നിയുക്ത പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയും നൽകിയിട്ടുള്ള ചില വാഗ്ദാനങ്ങളാണ്. അതിലൊന്ന് മാത്രം ഓർത്താൽ മതി. രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് കള്ളപ്പണമായി വിദേശ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ. ഞാൻ പ്രധാനമന്ത്രിയായാൽ അതെല്ലാം പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം വീതം നിക്ഷേപിക്കും എന്നതായിരുന്നു ഒരു വാഗ്ദാനം. അതുപോലെ പല വാഗ്ദാനങ്ങളും നൽകി. ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. പിന്നീട് BJP നൽകിയൊരു വാഗ്ദാനം വർഷം പ്രതി 2 കോടി പുതിയ തൊഴിലുകൾ ഉണ്ടാക്കും എന്നതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിന്നെ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം BJPയും നരേന്ദ്രമോദിയും അധികാരത്തിൽ വന്നാൽ കർഷകരുടെ വരുമാനം നേരെ ഇരട്ടിയാക്കി മാറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ മുഴച്ചു നിൽക്കുന്ന വാഗ്ദാനങ്ങളാണ്. ഇതെല്ലാം കപട വാഗ്ദാനങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് അനുഭവ ബോധ്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ BJP നടത്തുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച് അധികം പറയേണ്ടതില്ല. അതിനൊരു കാരണം, കേന്ദ്രത്തിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു. തുടർന്ന് വീണ്ടും രണ്ടാമതും ജയിച്ചു. മൂന്നാമത് BJP തോറ്റു. BJPയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. പക്ഷേ 2 രാഷ്ട്രീയ ഊന്നുവടികൾ, ബീഹാറിലെ JDUവും നിതീഷ് കുമാറിൻ്റെ പാർട്ടി, ആന്ധ്രയിലെ തെലുഗുദേശം ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി, അവരുടെ പിൻബലത്തിൽ തൽക്കാലം താഴെ വീഴാതെ നിൽക്കുന്ന മോഡിയാണ്. കേരളത്തിൽ ഇവർ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അവർക്കാകെ നിയമസഭയിൽ പ്രത്യേക സാഹചര്യത്തിൽ BJPക്കെതിരായിട്ടൊക്കെ സംസാരിക്കുന്ന UDFൻ്റെ നല്ല സഹകരണം കൊണ്ട് മാത്രം നിയമത്തിൽ നിന്നൊരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ കൂട്ടരാണ് ഈ BJP. 5 വർഷം മുമ്പ് LDF പ്രഖ്യാപിച്ചതുപോലെ അക്കൗണ്ട് BJPയുടെ അക്കൗണ്ട് പൂട്ടുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ താളമേളങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറച്ച് വോട്ടെല്ലാം ചില അസംബ്ലി മണ്ഡല അതിർത്തിയിൽ BJPക്ക് നേടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് BJP ഏതെങ്കിലും തരത്തിൽ നിയമസഭയിൽ പ്രാതിനിധ്യം നേടിക്കൊണ്ട് അവർ നൽകുന്ന ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ടുള്ള വാഗ്ദാനങ്ങളാണ് കേരളത്തിൽ നടത്തുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിരൽ ചൂണ്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലം കേരളത്തിൽ ചെയ്ത കാര്യങ്ങൾ ജനക്ഷേമത്തിൽ, നാടിൻ്റെ പൊതുവികസനത്തിൽ, വർഗീയ ലഹളകളോ കലാപങ്ങളോ ഇല്ലാതെ സമാധാനപൂർണമായ ജീവിതം ജനങ്ങൾക്ക് നയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം എന്ന അവസ്ഥ കേരളത്തിന് നേടിയെടുക്കാൻ സഹായിച്ചതിൽ പിന്നെ പശ്ചാത്തല സൗകര്യ വികസനം പോലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. തീവ്ര ദാരിദ്ര്യം ഇന്ത്യയിൽ പൂർണ്ണമായി തുടച്ചു മാറ്റിയ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന അഭിമാനമുണ്ട്. ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ LDFന് അനുകൂലമായി വീണ്ടും വോട്ട് ചെയ്യും. എറണാകുളം ജില്ലയിലും അത്തരത്തിലുള്ള ഒരു വിധിയെഴുത്തുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലൈഫ് പദ്ധതി 2016 മുതൽ വന്നതാണ്. ഈ ലൈഫിന് കിട്ടുന്ന പണത്തിൻ്റെ മേജർ കമ്പോണൻ്റ് SC/ST ഫണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ജനറൽ വിഭാഗത്തിന് കൊടുക്കുന്ന ഫണ്ടും ഇവരുടെ ഫണ്ടും കൂടി കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഇതിൽ വൻതോതിൽ വകമാറ്റുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പ്രൈമറി ആയിട്ടുള്ളൊരു നിഗമനം. കൃത്യമായ കണക്കുകൾ അവർ പുറത്ത് വിടുന്നില്ല. ലൈഫിന് മറ്റേതെങ്കിലും കമ്പോണൻറ്റ് കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതിലെ സബ്സിഡി ഇനത്തിൽ കിട്ടുന്ന വിഭാഗമല്ലാതെ അത് 1,00,000 വീടുകളാണ് ഈ വിഭാഗങ്ങൾക്ക് വെച്ചത്. 8 ലക്ഷം ഏക്കർ ഭൂമി ഭവന നിർമ്മാണത്തിന് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ആ കണക്കുകളൊന്നും ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് കൈമാറിയ തുകയും ഇവർക്ക് ലഭ്യമായ വീടുകളുടെയും എണ്ണവും എമൗണ്ടും പരിശോധിക്കുമ്പോൾ
അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഇങ്ങനെ ഫണ്ട് ലാപ്സാക്കാതിരിക്കാനും അട്ടിമറിക്കാതിരിക്കാനുമായി ഒരു ST ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മുഖ്യമായും ഈ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയം. അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതുപോലെ ഗ്രാൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്, എല്ലാ തരത്തിലുള്ള അലവൻസുകളും അക്കാഡമിക്സും കാലോചിതമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് തുടങ്ങിയ ഒരു സെറ്റ് ഓഫ് ഡിമാൻഡ്സ്. പിന്നെ ഭൂമിയുടെ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2019 വിട്ടുകൊടുത്ത നിക്ഷിപ്ത വനഭൂമി ഉൾപ്പെടെ ഇപ്പോഴും LDF ഗവൺമെൻറ് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിനുവേണ്ടിയാണ് അവിടെ മരിയനാട് സമരം നടക്കുന്നത്, നിലമ്പൂര ബിന്ദു സമരം നടക്കുന്നൊരു കാലം കുറയായി. ഇതിനോടൊക്കെ വളരെ കാലസ് ഇൻഡിഫറൻസാണ് ഇവർ വെച്ച് പുലർന്നത്. അരിപ്പയിൽ ഭൂമി കൊടുത്തെങ്കിലും അത് 10 സെൻറ്റും 15 സെൻറ്റുമായി അട്ടിമറിച്ചു. ശ്രീമാൻ ഗോയിന് പത്രസമ്മേളന സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞാണ്. അത്തരത്തിൽ ഭൂപ്രശ്നത്തോട് എല്ലാം തന്നെ ഇടതുപക്ഷം എടുക്കുന്നൊരു സമീപനം ഞാൻ പറഞ്ഞല്ലോ, ഈ ഭയങ്കര കോർപ്പറേറ്റ് രാജിൻ്റെ ലെവലിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന തുച്ഛമായ പെൻഷനുകൾ കൊടുത്തിട്ടുള്ള ഒരു IT മേഖലയ്ക്കുള്ള ഗിഗ് ഇക്കണോമി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വികൃതമായ രൂപം ചെറിയ പൈസക്കാളുകൾ കൊണ്ട് പണിയെടുപ്പിക്കുന്ന തരത്തിൽ വോളണ്ടറി വർക്കിലേക്ക് ദളിതാദിവാസി യുവത്വങ്ങളെ മാറ്റുകയും ക്ഷേമ പെൻഷനുകൾ പോലുള്ള പരിപാടിയാക്കി മാറ്റുകയും അതേപോലുള്ള ചില ഔദാര്യം കൊടുക്കലായി മാറ്റി 5 സെൻറ്റും 10 സെൻറ്റും കൊടുക്കുന്ന ഭൂവിതരണമാക്കി ഇവർ മാറ്റി എന്നുള്ളത് കേരളത്തിൽ ഈ പറയുന്നൊരു കോർപ്പറേറ്റ് രാജിൻ്റെ മറ്റൊരു മുഖമാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരള ഭരണത്തെ, ഭാവി ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വളർച്ചയും വിജയവും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഭാഗത്തും പഴയതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങളുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനോഭാവം മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ BJPക്കും നരേന്ദ്രമോദിക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വിചാരങ്ങളുണ്ട്. ഒരു നിശബ്ദ തരംഗം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, പ്രത്യേകിച്ചും BJPക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഴയകാലത്ത് രാഷ്ട്രീയ രംഗത്ത് പല തരംഗങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോഴുള്ളത് ഒരു നിശബ്ദ തരംഗം. നമ്മുടെ രാജ്യത്ത് കേരളത്തിന് മാറ്റം വരണം, കേരളത്തിന് സമ്പൂർണ്ണമായ വികസനം കൊണ്ടുവരണം, അഴിമതിരഹിതമായ നല്ലൊരു ഭരണം കേരളത്തിന് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയണം. കണ്ടുമടുത്ത് കഴിഞ്ഞ 70 വർഷമായി കേരളത്തിലെ ജനങ്ങൾ പരീക്ഷിച്ച് കണ്ടുമടുത്ത് കഴിഞ്ഞിട്ടുള്ള LDF UDF മുന്നണികളെ പിന്തള്ളണം. അതിനെ നിരാകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരണം എന്ന വികാരം ജനങ്ങൾക്കുണ്ട്. ആ വികാരത്തിൻ്റെ ഒരു സാന്നിധ്യം ജനങ്ങൾക്കിടയിൽ വോട്ടിനു വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥികൾ പോകുന്ന സമയത്ത്, അതിനുവേണ്ടി ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്.